ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ജിമ്മൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പെർഫ്യൂം അടിക്കാൻ പോയപ്പോൾ പെട്ടെന്നൊരു കാര്യം ആലോചിച്ച് ഗൈസ്. ബിക്കോസ് എനിക്കൊരു പെർഫ്യൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിസ്റ്റർ കോൾ മീ ഫാബ് എനിക്ക് പിള്ളേർ വന്നപ്പോൾ കൊടുത്തു വിട്ടതായിരുന്നു ഒരു പെർഫ്യൂം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ അതിൻ്റെ അൺബോക്സിങ് കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് കൊതി പിടിച്ചിട്ട് ഞാൻ അത് കൊടുത്തു വിടാൻ പറഞ്ഞതാണ് ഗൈസ്. ബിക്കോസ് ഞാൻ ഷാസ് അത് അൺബോക്സ് ചെയ്യുന്നതും കണ്ടായിരുന്നു, സിസ്റ്ററും അളിയനും കൂടെ അൺബോക്സ് ചെയ്യുന്നതും കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഞാനും അതൊന്ന് അൺബോക്സ് ചെയ്യാം. ബിക്കോസ് ഇപ്പോൾ ട്രെൻഡിലാണ് ഗൈസ് ആ സാധനം. അപ്പോൾ ആ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പം ഏത് പെർഫ്യൂമാണെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. ഞാൻ ഇപ്പോൾ ഇന്ന് എന്തായാലും ഇപ്പോൾ കുളിച്ചതിന് ശേഷം പെർഫ്യൂമൊന്നും അടിച്ചില്ല. ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷമാണ് ഇതെടുത്തിട്ട് അടിക്കുക. ഇന്ന് ഇത് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഈ സാധനം. അപ്പോൾ അത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർമാഫിൻ്റെ പ്രസ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് ഗൈസ്. അപ്പോൾ അവരുടെ ഒരു സീരീസ് ഉണ്ട്, ക്ലബ് ഡെ ന്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് മുമ്പ് എൻ്റെ കയ്യിൽ വേറെയും വെർഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ്, പ്രസ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇത് ഫ്രഞ്ചിൽ പ്രഷ്യസ് എന്നുള്ളത് തന്നെയാണ് പ്രസ്യൂ. അപ്പം നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്യാം ഗൈസ്. ഒറ്റയ്ക്ക് ഇത് എങ്ങനെ അൺബോക്സ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കുറച്ചധികം പീലിംഗ് ഓഫ് ചെയ്യാനുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസ് പ്രൊഫൈൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ ഉണ്ടെന്നുള്ളത്, എന്തൊക്കെ നോട്ട്സാണ് വരുന്നതെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല ഗൈസ്, വേഗ ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. പിള്ളേരുടെ ഹെൽപ്പും കൂടെ ചോദിക്കാം. ഇതൊന്ന് അൺബോക്സ് ചെയ്യാണ്ട് ക്യാമറ പിടിച്ച് തരാണ്ട്. അപ്പോൾ ശരി ഗൈസ്, വരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ കവർ. നമ്മൾ തുറക്കാൻ പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഉരുങ്ങി ഈ ഒരു ഔട്ടർ കവർ നമ്മൾ ആദ്യം എടുത്ത് മാറ്റണം. ഓ നൈസ്, നല്ല കിഡിലം പാക്കിങ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഫസ്റ്റ് ലെയർ ഓഫ് പാക്കിംഗ്, ക്ലബ് ഡെ ന്യൂയി പ്രസ്യോ എന്ന് പറഞ്ഞിട്ട് അർമാഫിൻ. അപ്പം നമ്മളിതിങ്ങനെ ഇത് വെച്ച് ആപ്പിളിൻ്റെയൊക്കെ ഇതുപോലെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് റൈറ്റ്. ഓ വാവ്, നൈസ്. അപ്പോൾ ഇതിങ്ങനെ തുറക്കണം. ഇതൊരുമാതിരി പെട്ടി പോലെ ഇങ്ങനെ തുറക്കും ഗൈസ്. അടുത്ത ലെയർ. ഓ ദിസ് ഇസ് റിയലി ഗുഡ്. ഈ പെട്ടി കൊള്ളാം കേട്ടോ, ഇതിങ്ങനെ തുറന്നിരിക്കും, നല്ല രസം. അത് മാറ്റി. ഓ ഇത് സൂപ്പർ കേട്ടോ. എൻ്റെ റൈറ്റിംഗ് ഉണ്ട്, ക്ലബ് ഡെ ന്യൂയി എന്നൊക്കെ തന്നെ ഭയങ്കര എംബോസ്ഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ലൊരു എന്താ പറയുക, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, ഒരുമാതിരി സിലിക്കണൊക്കെ പോലെ, അടിപൊളി. ഇതോടെ ഇങ്ങനെ മറ്റേ ബക്കിൾ ഹുക്ക് ഒക്കെ വെച്ച് നമ്മളിതിങ്ങനെ തുറക്കാം. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അടുത്ത ലെയർ ഗൈസ്. ഓ ഈ സാധനം വേണമെങ്കിൽ മൗസ് പാഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വെച്ചിട്ട് ആ ലെവൽ ഓഫ് സംഭവം. അപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കുന്നു. ആൻഡ് ഫൈനലി നമുക്ക് ഇവിടെ ഇത്തിരി കട്ടിയുള്ള ബാക്ക് സൈഡാണ്. ഓക്കെ, ഇത് ഒരുമാതിരി ബുക്ക് പോലെ തുറക്കണമെന്ന്. ഓ നൈസ്. അർമാഫ് ക്ലബ് ഡെ ന്യൂയി സെൻറ്റ് ഫോർ ദ റോയൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അറബിക് കമ്പനിയാണ് ഗൈസ്. അറബ്സാണ് ഇപ്പോൾ മൊത്തം പെർഫ്യൂം സംഭവം റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫ്യൂം തുടയ്ക്കാനുള്ള ഒരു തുണി കിട്ടുന്നുണ്ട്. ഇതാണ് പെർഫ്യൂം. ചെറുതാണ് കേട്ടോ. ഇതെന്താ പെർഫ്യൂം ഓടിപ്പോകുമ്പോൾ സൗണ്ട് കേൾക്കാനുള്ള സംഭവമാണ്. അർമാഫിൻ്റെ ബ്രാൻഡിങ് ഉണ്ട് ഗൈസ്, ക്ലബ് ഡെ ന്യൂയി പ്രസ്യൂ. അപ്പോൾ ഗൈസ് പെർഫ്യൂം എടുക്കുക, പൾസ് പോയിന്റിലടിക്കുക. 1 2 1 2. നമ്മളിങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല ഗൈസ്. ഇത് തനിയെ നമ്മളെ സ്കിന്നിലോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകണം. എന്നിട്ട് പിന്നെ 2 എണ്ണം നമ്മൾ ഇവിടെ, പിന്നെ ഇവിടുത്തെ കഴുത്തില്ല അവിടെ ഒത്തിരി ദൂരെ, ഒത്തിരി ദൂരെയല്ല ഒത്തിരി അടുത്തുമല്ല, ഒരു ഇത്ര സെൻറ്റിമീറ്റർ വെച്ചിട്ട് വേണം അടിക്കാണ്ട്. ചിലർ ബാക്കിലും അടിക്കും. ഞാൻ ചില പെർഫ്യൂമൊക്കെ ഇങ്ങനെ കഴുത്തിൻ്റെ ബാക്കിൽ, ഇത് ഭയങ്കര കിലുക്കമാണല്ലോ, ഇങ്ങനെ അനക്കുമ്പോഴൊക്കെ കുലു 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 എന്നതിന് സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ ഭയങ്കര ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും സ്പ്രേ തന്നെ നല്ലൊരു സിട്രസി, എന്താ പറയുക, ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു മണം. ഭയങ്കര ഫ്രഷ് സ്മെല്ല് കേട്ടോ. ഇത് ബേസിക്കലി ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്, വിച്ച് ഈസ് റിയലി ഗുഡ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇത് എത്രത്തോളം ലാസ്റ്റിംഗ് ആണെന്നുള്ളത്. സംഭവം കൊള്ളാം കേട്ടോ, നല്ല ഡീറ്റെയിലിങ്ങും എല്ലാം ഉണ്ട് കുപ്പിയിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി സ്മെൽ. ക്യാമറ അസിസ്റ്റൻറ്റ് ഡുഡു ഉണ്ട് ഇവിടെ. ഡുഡു ബാ, ഹൗ ഇസ് ഇറ്റ്? ഇസ് ഇറ്റ് നൈസ്? എനിവേസ്, താങ്ക്സ് കോൾ മീ ഫാബ് മൈ സിസ്റ്റർ ഫോർ ദിസ്. അപ്പോൾ എന്തായാലും ഈ ഒരു സീസണിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫ്യൂംസും കൂടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ പെർഫ്യൂം കളക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഓവർ ബ്രാൻഡഡ് വില കൂടിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. അപ്പം ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം, ലൈക്ക് വാട്ട് എവർ ഐ യൂസ് എന്നുള്ള സംഭവം. അപ്പോൾ ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ എൻ്റെ കളക്ഷൻ. ഇത് പ്രാഡയുടെ ഓഷൻ ലൂണ റോസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ്. കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു സുബിനോളജിയുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷാസ് അതിന് ശേഷം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എനിക്കിത്. ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. ഹവാസ് ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം. ദിസ് ഐ ലൈക്ക്. ഇതും വൾക്കൻ
ഫ്യൂ ഇതെല്ലാവർക്കും അറിയാം. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അസാറോ. അതായത് മോസ്റ്റ് വാണ്ടഡും എനിക്ക് ഇഷ്ടമാണ്, വാണ്ടഡും ഇഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. ഇതിനെക്കാട്ടി എനിക്ക് മോസ്റ്റ് വാണ്ടഡ് ആണ് ഇഷ്ടം, അസാറോ. പിന്നെ ഇത് നൈസാണ് ഗൈസ്, അഫ്നാൻ സുപ്രീമസി കളക്ടേഴ്സ് എഡിഷൻ. ഇതും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് അജ്മൽ പെർഫ്യൂമിൻ്റെയാണ്, അരിസ്റ്റോക്രാറ്റ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, നമ്മളന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഗൈസ്. ഇത് എനിക്ക് ഷാസ് കൊണ്ടുവന്നതാണ് ഗൈസ്, അക്വാഡി നൂയി. വലിയ കുഴപ്പമില്ലാത്ത സ്മെല്ലാണ്. ഇതും എനിക്കിഷ്ടമാണ്. സ്പൈസ് ബോംബിൻ്റെ എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, നല്ല കുറച്ച് സ്ട്രോങ് സ്മെല്ലാണ്. പിന്നെ ഇതും അത്യാവശ്യം യൂസ് ചെയ്യാനാണ് ഗൈസ്, ഡോൾച്ചെ ആൻഡ് ഗബാന ഇൻറ്റൻസോ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം. ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, ഒന്നാമത് ഭയങ്കര വെയിറ്റുമാണ്. വെപ്പണായിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് ഇത് തലക്കടിച്ച് കൊടുത്താൽ ഗൈസ്, ഭയങ്കര വെയിറ്റാണ്, ഒടുക്കത്തെ വെയിറ്റ്. റിഫ്സ് ഫ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം. പിന്നെ വെർസാച്ചി റോസ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഇതാണ് ഗൈസ്, ഇമേജ്. ഇത് തീർന്നിരിക്കുകയാണ്, എനിക്കിത് പറ്റുമെങ്കിൽ കൊണ്ടുവരാൻ പോകണം. ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള അലക്സാൻഡ്രൈറ്റ്. ഈ സാധനം ഷാസ് പറഞ്ഞേക്കാം, അവിടെ എപ്പോഴും സോൾഡ് ഔട്ടാണ് ഈ ഒരു പെർഫ്യൂം. ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് രണ്ടാമത്തെ പെർഫ്യൂമാണ് ഇത് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇപ്പോഴത്തെ എൻ്റെ പെർഫ്യൂം കളക്ഷൻ. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ അർമ പ്രസ്യൂ ആയിരിക്കും ഇനി കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം കൊള്ളാം, നല്ല മണം. ആൻഡ് ലെറ്റ്സ് സീ ഗൈസ്. അപ്പം ഇന്നിനി എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് അറിയത്തില്ല. ഇതിൻ്റെ കൂടെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പം സിയ. അപ്പോൾ ഇപ്പം നമ്മൾ നൂഡിൽസ് എല്ലാം എന്നതിന് പേര് റാമൻ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മൾ ടോണീസ് കിച്ചണിലോട്ടാണ് പോകുന്നത്. കുറേ നാളായി ടോണിയുടെ കടയിൽ പോയിട്ട്. അവിടെ നല്ല തിരക്കാണെങ്കിൽ പണിയാണ്, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ നേരെ കയറി കഴിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു, ടേബിൾ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ എനിക്ക് ടോണിയുടെ മറ്റേ അവിടെ ഉള്ള സ്റ്റാർട്ടേഴ്സും റാമനും ഒക്കെ നല്ലതാണ് ഗൈസ്. പുതിയ എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഗൈസ് അവൻ്റെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണോ എന്ന് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും സ്ട്രെയിറ്റ് ടു ടോണീസ്. അങ്ങനെ ഗൈസ് നമ്മൾ ടോണീസ് കിച്ചണിലെത്തിയിരിക്കുകയാണ്. ഇവർ രണ്ടൊരു റാമൻ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ ഒരു പുതിയൊരു ഐറ്റം, പക്ഷെ എന്താണ് ഇതിൻ്റെ പേര്, ഹാംബർഗ് ഓമു റൈസ്. അതായത് നമ്മുടെ ഓമു റൈസിൻ്റെ പുറത്ത് ബീഫ് ബർഗറിൻ്റെ ഒരു പാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ സോസും മുട്ടയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും വരുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഭയങ്കര മ്യൂസിക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഇത്തിരി ഒതുങ്ങി. ബിക്കോസ് ആൾക്കാരും ഉണ്ട്, മ്യൂസിക്കും ഉണ്ട്. സോ കൈൻഡ് ഓഫ് ലോ പ്രൊഫൈലിംഗ് പരിപാടി. അപ്പോൾ എന്തായാലും ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അവൻ ഇന്നിവിടെ ഇല്ല, അവൻ വയ്യ ഔട്ടും. ഞാൻ എന്നെ വിളിച്ചായിരുന്നു. ഒരു ദിവസം ഗൈസ് നമുക്ക് ലഞ്ചിന് വരാം, എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ബാക്കി സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. കുറേ പുതിയ സാധനം വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, എൻ്റെ പേര് സുപ്രീം റിബൈ സ്റ്റേക്കൊക്കെ ഉണ്ട്. വെറും 4000 റുപ്പീസ്. സുപ്രീം ഗ്രേഡ് റിബൈ. സുപ്രീം ഗ്രേഡ് റിബൈ അത് പ്രീ ഓർഡർ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പം ഇറ്റ്സ് നോട്ട് കുറച്ച് അത്രയ്ക്ക് വലിയ ചീപ്പ് സാധനമല്ല ഗൈസ്, ഇറ്റ്സ് കുറച്ച് എക്സ്പെൻസീവ് സാധനമാണ്. ഫുഡ് വരട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോൺ ടെമ്പൂര വന്നിട്ടുണ്ട് ഗൈസ്. ഇത് അവരുടെ പാഷൻ ഫ്രൂട്ട് ഫിഷ് ആണ്. യു ലൈക്ക് ഇറ്റ്? ഇത് നമ്മളെ റേച്ചൽസ് ഓർച്ചേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുണ്ട്. അവരുടെ ഫ്രൂട്ട് കോൺസെൻട്രേറ്റ് ആണ് സംഭവം. അതിൽ ജസ്റ്റ് ഇങ്ങനെ സോഡയും വെള്ളവും ഒഴിച്ച് കുടിക്കാം നമുക്ക്. ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഇത് നമ്മളെപ്പോഴും കഴിക്കുന്നത് തന്നെയാണ്. സോ പുതുതായിട്ടൊന്നുമില്ല, വെറൈറ്റി അല്ല, പക്ഷേ വൺ ഓഫ് അവർ ഫേവറേറ്റ് സംഭവമാണ് ഗൈസ്. സ്വീറ്റ് കോൺ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. സോ യമ്മി. ഇതിങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്യുക. ഫുൾ സ്വീറ്റ് കോണാണ്. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നല്ല ക്രിസ്പി ഐറ്റമാണ് ഗൈസ്. എൻ്റെ അമ്മ സൂപ്പർ ടേസ്റ്റ് അല്ലേ? ആവശ്യം ഡുഡു ഭയങ്കര ജനം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലോ പ്രൊഫൈലിൽ ഇരിക്കുന്നത്. ഇവിടുന്ന് ഫുഡ് വരുമ്പോൾ ഞാൻ കാണിക്കാം. ആൾക്കാർ ഒരുപാട് പേരുണ്ട്, ഭയങ്കര ക്രൗഡഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും സാധനങ്ങൾ വരട്ടെ, ഐ വിൽ ഷോ ദ ഫുഡ്. പിന്നെ എങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ പിന്നെ പറയാം ഗൈസ്. ഇതാണ് എൻ്റെ ഹാംബർഗ് ഓമു റൈസ്. ഇത് അവളുടെ എന്തായാലും ഇത് ടെൻടാമൻ റാമൻ അല്ലേ, ബീഫ് റാമൻ. ഇത് അവളുടെ ഷോയു റാമൻ, ചിക്കൻ റാമൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് ഇതിങ്ങനെ മിക്സാക്കി വേണം തിന്നാൻ. എക്സ്പേർട്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാത്തത്. മനസ്സിലായി. മനസ്സിലായി. കാണിക്കട്ടെ വ്ളോഗിൽ. ഗൈസ് ഇതാണ് ഇവിടുത്തെ പുതിയ സ്റ്റാഫാണ്. നമ്മൾ മറ്റേ ആർട്ട് കഫേയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. ആ സമയത്തായിരുന്നു അല്ലേ, ഇനിഷ്യൽ ടൈമിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടോണി റാമനിലാണ് മിക്സിംഗ് സ്പെഷ്യലിസ്റ്റ് കം മാനേജറാണല്ലേ. പേരെങ്ങനെയായിരുന്നു? ഷൈനി. അങ്ങനെയാണ് ഗൈസ്. അപ്പം നമ്മളിത് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫ്ലേവർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ് ഇതാണ് മിക്സ് ചെയ്ത നമ്മുടെ ഐറ്റം. അതായത് പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് കുറച്ച് റൈസും എല്ലാം സെപ്പറേറ്റ് ആയതുകൊണ്ട്
അവരടുത്ത് മിക്സ് ചെയ്യട്ടെ എന്ന് അവർ ചോദിക്കുമ്പം അവർ വേണ്ടാന്ന് പറയും. എന്നിട്ട് അവരിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കഴിക്കുമ്പം ഇതിൻ്റെ ഫുൾ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ തന്നെ മിക്സ് ചെയ്യുമ്പോൾ അവർ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഇത് സോസും റൈസും ആ മീറ്റും കൂടെ മിക്സാക്കി കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫ്ലേവർ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴിച്ചിട്ട് അത്യാവശ്യം നല്ല ഹെവിയാണ്. കഴിച്ച് തീർക്കാൻ കുറച്ച് പാടുപെടും ഞാൻ. ബൈറ്റ് അറൗണ്ട് 3100. അപ്പം ചീപ്പായിട്ടുള്ളൊരു സ്പേസ് അല്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം വരാൻ ഗൈസ്. ഒരു പെർ പേഴ്സൺ ഒരു 1000 സംതിങ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 3 പേര് വന്നിട്ടാണ് ഈ ഒരു റേറ്റ് ബിറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം കാണാം. അങ്ങനെ ഗൈസ് തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഫുഡൊക്കെ അടിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. റൈസ് ബോൾ ഞാൻ പറഞ്ഞില്ല, രാത്രി ആയതുകൊണ്ട് ഞാൻ അബദ്ധം പറ്റി ഓർഡർ ചെയ്ത് ഭയങ്കര ഹെവി ആയിപ്പോയി. അതോടെ ഫുൾ അനങ്ങാൻ വയ്യ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് ഗാർലിക്കും ചില്ലി ഫ്ലേക്സും സ്പ്രിംഗ് ഓണിയനും ഇല്ലാത്തൊന്നുമില്ല അതിൻ്റെ അകത്ത്. അത്യാവശ്യം നല്ല റൈസ് ബോളായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബീഫിൻ്റെ ആ ഒരു ബർഗർ പാറ്റി വെച്ച പോലത്തെ റൈസ് ബൗൾ വേണമെന്നുണ്ടെങ്കിൽ ടോണീസ് കിച്ചണിൽ പോയാൽ നല്ല മീറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു ഗൈസ്. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്കി എല്ലാം ബേസിക് ആയിട്ടുള്ളൊരു മാരിനേഷനും ലൈക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒത്തിരി ഫ്ലേവറൊന്നും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ജാപ്പനീസുകാർ കഴിക്കുന്ന അതേ സെറ്റപ്പിലാണ് അവർ ഉണ്ടാക്കുന്നത്. സോ എരിയും പുളിയും ഒന്നും കാണില്ല. ആ കൂടെ സോസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അവർ ഉണ്ടാക്കുന്ന സോസ്, അതിന് എനിക്ക് എന്തോ ഓണിയൻ സോസോ അങ്ങനെ എന്തോ തോന്നുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പിള്ളേർക്ക് അവരെ റാമനും ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ഈവൻ കാർത്തികിൻ്റെ വ്ളോഗിലോ നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ റിവ്യൂ ഉണ്ട്. അപ്പോൾ കഴിച്ച് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത വ്ളോഗിൽ കാണാം. എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടാകാം. മോസ്റ്റ്ലി പിള്ളേരുമായിട്ടുള്ള കറക്കമാണ് ഗൈസ് ഈ വ്ളോഗിലൊക്കെ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയൂ ഗൈസ്. ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഞാനിപ്പോൾ റിവ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ലെറ്റ് മീ നോ. ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു മേക്ക് ദാറ്റ് ഹാപ്പൻ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.